ഫ്രാൻസിന്റെ പരിശീലകനായി സിനദിൻ സിദാൻ കരാർ ഒപ്പിട്ടു. സൂപ്പർ താരനിരയെ സിസു കളി പഠിപ്പിക്കാനെത്തുമ്പോൾ വൻ പ്രതീക്ഷയിലാണ് ആരാധകർ. കളിക്കാരനായും പരിശീലകനുമായി വിസ്മയിപ്പിച്ച സിദാന്റെ തന്ത്രങ്ങളാകും ഇനി ഫ്രഞ്ച് ടീമിന്റെ ഇന്ധൻ. ഫ്രാൻസിന്റെ മുഖം സിനദിൻ സിദാൻ എന്ന ഇതിഹാസത്തിലൂടെയാണ് ഫ്രഞ്ച് ഫുട്ബോളിനെ ലോക ഫുട്ബോൾ വായിച്ചെടുത്തത്. ഇനി അതേ ഇതിഹാസം ഫ്രഞ്ച് ടീമിനെ കളി പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ പുതിയൊരു സുവർണകാലത്തിന്റെ പ്രതീക്ഷയിലാണ് ആരാധകർ. ബോർഡോയിൽ നിന്ന് യൂറോപ്യൻ ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ സിദാൻ യുവന്റസിലൂടെയും റയൽ മാഡ്രിഡിലൂടെയും ലോകം കീഴടക്കി. 1998 ലോകകപ്പിൽ ഫ്രാൻസിന് ആദ്യ കിരീടം സമ്മാനിക്കുമ്പോൾ മുന്നണി പോരാളി. 2000 യൂറോ കിരീട നേട്ടത്തിനും ചുക്കാൻ പിടിച്ച താരം. റയൽ മാഡ്രിഡിനായി നേടിയ ഐതിഹാസിക ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വോളി ഇന്നും ഫുട്ബോൾ ലോകം മറന്നിട്ടില്ല. കളിക്കാരൻ എന്ന പോലെ പരിശീലകൻ എന്ന നിലയിലും സിദാൻ ചരിത്രം രചിച്ചു. റയൽ മാഡ്രിഡിനെ തുടർച്ചയായി 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളിലേക്കും 2 ലാലിഗ കിരീടങ്ങളിലേക്കും നയിച്ച് ലോകത്തിലെ ഏറ്റവും വിജയം കൊയ്ത പരിശീലകരിൽ ഒരാളായി മാറി. ശാന്തമായ സമീപനവും കൃത്യമായ തന്ത്രങ്ങളുമാണ് സിദാന്റെ കരുത്ത്. റയലിനെ ലോക രാജാക്കന്മാരാക്കിയതിനു ശേഷം പരിശീലകൻ എന്ന നിലയിൽ നിന്ന് താൽക്കാലിക ഇടവേള. സിദാനെ പണം കൊണ്ടുവാങ്ങാൻ നിരവധി ക്ലബ്ബുകൾ എത്തിയെങ്കിലും സിദാൻ കാത്തിരുന്നത് ഒറ്റ വിളിക്കായിരുന്നു, ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷന്റേത്. ലോകകപ്പിന് ശേഷം ദിദിയർ ദെഷാംസ് ഫ്രാൻസിന്റെ പരിശീലക സ്ഥാനമൊഴിയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതോടെ ലോകം കാത്തിരുന്നത് സിദാന്റെ വരവിനായി. നിരവധി സൂപ്പർ താരങ്ങളെ ഒന്നിച്ചു കൂട്ടി കിരീടങ്ങൾ വാരിക്കൂട്ടി സിദാന്റെ മുന്നിൽ കിട്ടുന്നത് ഒരു പിടി യുവനിരയെ. സിദാൻ ഫ്രാൻസിന്റെ ചുമതലയേൽക്കുമ്പോൾ മുഖ്യ പരിശീലകന്റെ മാറ്റം മാത്രമല്ല, സഹപരിശീലകരും സാങ്കേതിക സംഘവും ഉൾപ്പെടെ വലിയ അഴിച്ചുപണിയുണ്ടാകും. അടുത്ത ലോകകപ്പ് ലക്ഷ്യമിട്ട് ദീർഘകാല കരാറിലാണ് സിദാൻ എത്തുന്നത്. ഇതിഹാസത്തിലൂടെ വീണ്ടും ഒരു സുവർണ അധ്യായത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫ്രഞ്ച് ഫുട്ബോൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.